For latest news, subscribe our channel and press the bell icon to never miss any news. നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് കുറ്റക്കാരൻ തന്നെയെന്ന് ഉറപ്പിച്ചു പറഞ്ഞ പ്രോസിക്യൂഷൻ. കോടതിയിൽ പ്രതിഭാഗം ഉന്നയിച്ച വാദങ്ങളെല്ലാം ഖണ്ഡിച്ചുകൊണ്ടായിരുന്നു ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ വാദം. ദിലീപിനെതിരെ തെളിവുകളില്ലെന്നും ഗൂഢാലോചന കുറ്റം നിലനിൽക്കില്ലെന്നുമായിരുന്നു ദിലീപിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് രാംകുമാർ വാദിച്ചത്. എന്നാൽ ഇതിനെയെല്ലാം പൊളിച്ചടുക്കുന്നതായിരുന്നു പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ. ഞെട്ടിപ്പിക്കുന്ന റേപ്പ് കൊട്ടേഷനാണിതെന്നും ദിലീപിനെതിരെ വ്യക്തമായ തെളിവുകളുണ്ടെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ വാദിച്ചത്. ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ റേപ്പ് കൊട്ടേഷൻ എന്ന രീതിയിലായിരുന്നു മാധ്യമങ്ങളും സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നത്. നടിക്ക് നേരെ നടന്ന ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ദിലീപ് ആണെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. അതിന് തെളിവുകളുണ്ടെന്നും പറഞ്ഞു. കേസിലെ മറ്റു പ്രതികളുടെ മൊഴികൾ വിരൽ ചൂണ്ടുന്നത് ദിലീപിലേക്കാണെന്നായിരുന്നു മറ്റൊരു വാദം. പൾസർ സുനിയെ കണ്ടിട്ടേ ഇല്ലെന്നാണ് ദിലീപ് ആവർത്തിക്കുന്നത്. എന്നാൽ പൾസർ സുനി ദിലീപിനെ നേരിട്ട് കണ്ടുവെന്നും ഫോണിൽ ബന്ധപ്പെട്ടുവെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. 4 തവണ സുനിയും ദിലീപും കണ്ടു എന്നാണ് പ്രോസിക്യൂഷൻ വാദം. പൾസർ സുനി ജയിലിൽ നിന്ന് ദിലീപിന് വേണ്ടി എഴുതിച്ച കത്തും പ്രോസിക്യൂഷൻ കോടതിക്ക് കൈമാറിയിട്ടുണ്ട്. എന്നാൽ ഈ കത്ത് സുനിയുടെ നിർദ്ദേശപ്രകാരം വിപിൻ ലാൽ എന്ന സഹതടവുകാരൻ എഴുതിയതാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. നടിയുടെ വിവാഹം മുടക്കുമെന്ന് ദിലീപ് പറഞ്ഞിട്ടുണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. എന്നാൽ ഇതിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. മിമിക്രി താരമായി തുടങ്ങി മലയാള സിനിമാ ലോകം തന്നെ കൈപ്പിടിയിൽ ഒതുക്കിയ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം നാണം കെടുത്തുന്ന കാര്യങ്ങളാണ് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. ദിലീപിനെ ഇനിയും കസ്റ്റഡിയിൽ വയ്ക്കരുത് എന്നാണ് പ്രതിഭാഗത്തിന്റെ ആവശ്യം. നടിയുടെ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ ഇതുവരെ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ ദിലീപിന് ജാമ്യം അനുവദിക്കരുതെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ദിലീപിന് ജാമ്യം നൽകണമെന്ന ആവശ്യത്തിൽ ശക്തമായി ഉറച്ചു നിൽക്കുകയാണ് പ്രതിഭാഗം. പലതവണകളായി 26 മണിക്കൂറിലധികം ദിലീപിനെ ചോദ്യം ചെയ്തിട്ടുണ്ടെന്നും ഇനിയും കസ്റ്റഡിയിൽ വെക്കേണ്ടതില്ലെന്നുമാണ് പ്രതിഭാഗം വാദിച്ചത്. ദിലീപ് ഗൂഢാലോചനയിൽ പങ്കാളിയാണെന്ന് തെളിയിക്കാൻ പറ്റിയ ഒന്നും പോലീസിന്റെ കൈവശമില്ലെന്നും രാംകുമാർ വാദിച്ചു. കൂടിക്കാഴ്ച നടത്തി എന്നതുകൊണ്ട് ഗൂഢാലോചന നടത്തിയെന്ന അർത്ഥമില്ലെന്നും അദ്ദേഹം പറയുന്നു. ദിലീപിന്റെ ജാമ്യ ഹർജിയിൽ വിധി പറയുന്നതിനായി ഹൈക്കോടതി മാറ്റിവെച്ചിട്ടുണ്ട്. ഏതായാലും ഹൈക്കോടതി ദിലീപിന് ജാമ്യം അനുവദിക്കുമോ ഇല്ലയോ എന്നറിയാൻ ഇനി വളരെ കുറച്ചു നേരം മാത്രം കാത്തിരുന്നാൽ മതിയാകും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വൺ ഇന്ത്യ മലയാളം.